everyone, welcome to Mehar's Kitchen. ഇന്ന് നമുക്ക് ഒരു അടിപൊളി പുലാവിൻ്റെ റെസിപ്പി നോക്കാം. നല്ല ടേസ്റ്റിയാണ്, ഒരു വെറൈറ്റിയാണ്, ഡിഫറെൻറ്റ് റെസിപ്പിയാണ്. അപ്പോൾ മമ്മീനോട് റെസിപ്പി ചോദിച്ചാലോ? അപ്പോൾ ചിക്കൻ പുലാവ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 കപ്പ് ബാസ്മതി റൈസാണിത്. 2 കപ്പ് ഒരു 350 ഗ്രാം വരും. 350 ഗ്രാം ബാസ്മതി റൈസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇത്. പിന്നെ ആവശ്യമുള്ളത് ചിക്കനാണ്. ചിക്കൻ 1/2 കിലോ ആണിത്. 1/2 കിലോ ചിക്കൻ വലിയ വലിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വലിയ വലിയ കഷ്ണങ്ങൾ ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ആവശ്യമുള്ളത് ഒരു സവാളയാണ്. വലിയ സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 വലിയ തക്കാളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 3-4 പച്ചമുളക് ഞാൻ അരിഞ്ഞെടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. പിന്നെ ആവശ്യമുള്ളത് ഒരു കരുവേലയാണ്, ബേലീഫ്, 1 കഷ്ണം പട്ട, 4-5 ഗ്രാമ്പു, 4-5 ഏലക്ക. പിന്നെ ആവശ്യമുള്ളത് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ആവശ്യമുള്ളത് 3 കപ്പ് വെള്ളമാണ്. 1 കപ്പിന് 1.5 കപ്പ് വെള്ളത്തിന് അളവിനാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് വെള്ളം. അപ്പോൾ പുലാവ് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു ഹെവി ബോട്ടം പാൻ എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കാം. എന്നിട്ട് 1/3 കപ്പ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ എണ്ണ ഒഴിച്ച് കൊടുത്താലും മതി, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ 1/3 കപ്പ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായ ഇതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് സവാള വഴറ്റിയെടുക്കണം. സവാള ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഇളക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഇത് കൈ മാറ്റാതെ ഇളക്കിക്കൊണ്ട് സവാള ഡാർക്ക് ബ്രൗൺ ആക്കിയെടുക്കണം. ഒരേ കളറാണ് എല്ലാതും. അപ്പോൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇത് ശരിയാക്കിയെടുക്കണം. അപ്പോൾ ഇതാ സവാള എല്ലാം കളർ മാറിയിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിനേക്കാളും കുറച്ചും കൂടി ബ്രൗൺ ആണ്, ഒരു കോഫിയുടെ ഒക്കെ കളറൊക്കെ ആവണം. കരിയാതിരിക്കാൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. കരിഞ്ഞു കഴിഞ്ഞാൽ ഇത് ടേസ്റ്റ് തീരെ ശരിയാവില്ല. അപ്പോൾ കരിയാതിരിക്കാൻ എന്തായാലും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ ഇങ്ങനെ വഴറ്റി കൊണ്ട് തന്നെ നമ്മൾ ബ്രൗൺ ആക്കി എടുക്കുന്നുണ്ട്. കണ്ടോ, കളറൊക്കെ നന്നായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഡാർക്കായിട്ട് ബ്രൗൺ ആയി വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ സവാള നന്നായിട്ട് ബ്രൗണായി വന്നിട്ടുണ്ട്. ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ട്, കരിഞ്ഞിട്ടില്ല. അപ്പോൾ കണ്ട് നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് പിന്നെ ഗരം മസാലകളും ഇട്ട് കൊടുക്കാം. ബേലീഫ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇവയെല്ലാം ഇട്ട് കൊടുത്തിട്ട് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ടു ലോ ആയിരിക്കണം. എന്നിട്ട് ഇത് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് 2-3 മിനിറ്റ് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കണം. കാരമലൈസ് ആക്കി എടുക്കണം. ഇതിൻ്റെ മുകളിൽ മൂടിൻ്റെ മുകളിൽ ഒരു ഹോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും വെച്ചിട്ട് മൂടി. നമ്മളിവിടെ ആട്ടപ്പൊടി വെച്ചിട്ടാണ് മൂടി വെച്ചത്. അപ്പോൾ ഇത് 2-3 മിനിറ്റ് ശേഷം നോക്കാം. അപ്പോൾ അത് 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ടാവും. സവാള നന്നായിട്ട് ബ്രൗൺ കളർ ആയിരിക്കണം, കാരമലൈസ് കളർ ആയിട്ടിരിക്കണം. ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് ഓപ്പൺ ചെയ്തിട്ട്. അപ്പോൾ ഈ വെള്ളത്തിലൊക്കെ അതിൻ്റെ കളറ് വരും. അപ്പോൾ അങ്ങനെയാണ് ചോറിനൊരു ബ്രൗൺ കളറായിട്ട് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി ഇഞ്ചിനെ പച്ചമണമൊക്കെ മാറുന്ന വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ അതാ വെളുത്തുള്ളി ഇഞ്ചി പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ശേഷം ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. കസൂരി മേത്തി, മസാലപ്പൊടികൾ, ഉപ്പും എല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് സ്മാഷ് ആവണ വരെ, എണ്ണയൊക്കെ പുറത്ത് തെളിയണ വരെ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് വഴറ്റിയെടുക്കാം. മൂടി വെച്ചിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊണ്ട് വേണം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഇതാ തക്കാളി എല്ലാം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് പുറത്ത് തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി
ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ ഇട്ടതിന് ശേഷം ചിക്കൻ ഒരു 90 to 95% നമുക്കിത് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്ന ആവശ്യമില്ല, ചിക്കൻ്റെ വെള്ളം തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ കിടന്നത് വേവേണ്ടതാണ്. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ ചിക്കൻ്റെ നന്നായിട്ട് കോട്ട് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇത് മൂടി വെച്ചിട്ട് വേവിച്ച് കൊടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് ചിക്കന് വേവിച്ചെടുക്കണം. വെള്ളമൊക്കെ ഉണ്ടോ അല്ലേ എന്ന് ശ്രദ്ധിക്കണം. വെള്ളം തീരെ ഇല്ലെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ 90 to 95% ഒരു 90% വരെ ചിക്കന് വേവിച്ചെടുക്കണം. ബാക്കി അരി ഇട്ടിട്ട് ദമ്മിന് വെക്കുമ്പോൾ വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് ഇതാ ചിക്കന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കുറവ് തോന്നിയപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. വെള്ളം ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ചിക്കന് കരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് ചിക്കൻ ശരിയാക്കി എടുക്കാൻ. ഇനി വീണ്ടും ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് ഇത് വേവിച്ചെടുക്കാം. ചിക്കന് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10-12 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. എണ്ണയൊക്കെ പുറത്ത് നന്നായിട്ട് തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലുള്ള വെള്ളം കുറച്ച് വറ്റിച്ച് എടുക്കണം. ഇതിങ്ങനെ ഇളക്കി കൊണ്ട് തന്നെ വെള്ളം വറ്റിച്ചെടുക്കണം. അങ്ങനെ അതാ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എണ്ണ നന്നായിട്ട് പുറത്ത് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചെക്ക് ചെയ്യണം. ഉപ്പ് പാകത്തിന് ആക്കി കൊടുക്കണം. പുലാവൊക്കെ ഉണ്ടാക്കുമ്പോൾ നോർമലി ഉപ്പ് കുറച്ച് കൂടുതൽ വേണം. അപ്പോഴുള്ളൂ അത് റൈസിലൊക്കെ നന്നായിട്ട് പിടിക്കുക. കാരണം ചിക്കനും എല്ലാം ഉള്ള കാരണം പുലാവിൽ ഉപ്പ് പിടിക്കണമെങ്കിൽ ഉപ്പ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കാം. നമ്മളിതാ വെള്ളം മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ബാസ്മതി റൈസ് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആ വെള്ളം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇത് തുറന്ന് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുക. അപ്പോൾ വെള്ളം ഒന്ന് വറ്റുന്ന വരെ ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ തള വരുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഒരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാം. അധികം ഹൈ ഹീറ്റിൽ വെച്ചിട്ടൊന്നും തിളപ്പിച്ചെടുക്കാൻ പാടില്ല. അധികം ഓവറായിട്ട് ഇത് തിളക്കാൻ പാടില്ല. ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വന്നാൽ മതി. ചെറുതായിട്ട് ഇങ്ങനെ എടുത്താൽ മതി. അങ്ങനെ അതാ ഏകദേശം വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. മുകളിൽ നിന്ന് ഇങ്ങനെ ബബിൾസൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മെല്ലെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഇനി നമുക്കിത് ഗ്യാസിൻ്റെ തീ നന്നായിട്ട് ലോ ആക്കിയിട്ട് ഇതൊരു 10-15 മിനിറ്റ് ദമ്മിലാക്കി എടുക്കണം. അപ്പോൾ മൂടി വെച്ചിട്ട് 10-15 മിനിറ്റ് നമുക്ക് നന്നായിട്ട് സിമ്മിലാക്കിയിട്ട് ദമ്മിൽ ആക്കിയെടുക്കാം. മുകളിൽ നിന്ന് ഇങ്ങനെ ബബിൾസ് വരുമ്പോൾ വേണം. ആവിയൊന്നും പോവാതെ ശ്രദ്ധിക്കണം. നന്നായിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് ദമ്മാക്കിയെടുക്കാം. അപ്പോൾ അതാ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. ഹായ്, നല്ല മണം വരുന്നുണ്ട്. ഒരു വെറൈറ്റി പുലാവാണ് കേട്ടോ അത്. നല്ല ടേസ്റ്റുമാണ്. ഭയങ്കര രസമുള്ളൊരു പുലാവാണ്. എൻ്റെ ഫേവറേറ്റ് പുലാവാണ്. പിന്നെ ഓരോ റൈസും കണ്ടോ വേറെ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാം. എന്നിട്ട് പപ്പടം, അച്ചാർ, കച്ചുമ്പറ എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ്. നല്ല അടിപൊളി ഒരു പുലാവാണ്. ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.